എടാ വേദു, ഞാൻ ഇന്നലെ കണ്ണന്റെ ഒരു സ്വപ്നം കണ്ടു. എന്താ നീ കണ്ടത്? എന്നോടൊന്നും പറയാമോ? മനോഹരമായ വൃന്ദാവനത്തിലെ കണ്ണന്റെ ഒരു വികൃതിയാണ് ഞാൻ കണ്ടത്. മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ചരണാഗതം കൃഷ്ണ. മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ. മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ. മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ കൃഷ്ണ. നീ എന്താണ് ആലോചിക്കുന്നത്? ഞാൻ ആ കള്ളക്കണ്ണന്റെ കളി നാടകം ഓർക്കുകയായിരുന്നു. സൂര്യഭഗവാന്റെ പൂജയ്ക്കായി തയ്യാറാവാൻ ഞാൻ കാത്തിരിക്കുകയാണ്. എന്റെ പുതിയ വസ്ത്രങ്ങളിൽ ഞാൻ അതീവ സുന്ദരിയായിരിക്കും. സൂര്യഭഗവാൻ അവരുടെ ഭക്തരെ കണ്ട് സന്തോഷിക്കും. ഭഗവാൻ അതിലും സന്തോഷമാകും നമ്മുടെ ഈ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ സമർപ്പിക്കുമ്പോൾ. എന്തു പറ്റി? മധുവും ഞാനും കള്ളന്റെ പുറകെ ഓടുകയാണ്. കള്ളനോ? എവിടെ? ദേ ആ ഭാഗത്ത്. കള്ളൻ നമ്മുടെ ഭക്ഷണം മോഷ്ടിച്ചു കൊണ്ടുപോയി. കള്ളന്റെ പിറകെ ഓടി ഞങ്ങൾ വല്ലാതെ ക്ഷീണിച്ചു. ഉണ്ണിയപ്പവും പഴങ്ങളുമായി വന്ന ഞങ്ങളെ കണ്ടുമുട്ടിയത് ഒരു നിമിത്തമായല്ലോ. അതുകൂടാതെ ലഡുവും. മധുവിന് വിശപ്പു കാരണം തല കറങ്ങുന്നു. കൂടാതെ എനിക്കും. നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് മധുരപലഹാരങ്ങൾ തന്ന് നമ്മുടെ വിശപ്പ് മാറ്റില്ലേ? ഓ, ഒരു ലഡു കഴിച്ചാൽ നിന്റെ വിശപ്പ് മാറുമോ? എന്റെ മനസ്സ് പറയുന്നു 2 എണ്ണം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അയ്യടാ, ഇത് ഞാൻ തരില്ല. ഇത് സൂര്യപൂജക്കുള്ള നിവേദ്യമാണ്. ഓഹോ, സൂര്യപൂജയോ? അത് ഇന്നാണോ? അതെ, ഇന്നു തന്നെ സൂര്യപൂജക്കുള്ള പണ്ഡിതന്മാരെ തേടി യശോദാമ്മ പോയിരിക്കുകയാണ്. കണ്ണന് ഇത്രയും കള്ളത്തരങ്ങൾ ഉണ്ടായിരുന്നോ? എങ്കിൽ ഞാൻ ബാക്കി കൂടി പറഞ്ഞു തരാം. നോക്കൂ, അവിടെ 2 പുരോഹിതന്മാർ നിൽക്കുന്നു. അവർ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് അവരോട് ചോദിക്കാം. യശോദാമ്മയ്ക്ക് സൂര്യപൂജ ചെയ്യാൻ പണ്ഡിതന്മാരെ ആവശ്യമുണ്ട്. അങ്ങ് തയ്യാറാണോ? ഞങ്ങൾ വളരെ ദൂരെ നിന്ന് വരുന്ന പുരോഹിതന്മാരാണ്. കൂടാതെ അഭിമാനികളും. ഞങ്ങൾ ഈ പൂജ ചെയ്തോളാം. വരൂ, നമുക്ക് യശോദാമ്മയുടെ അടുത്തേക്ക് പോകാം. യശോദാമ്മേ, ഇതാണ് പൂജ ചെയ്യാനെത്തിയ പണ്ഡിതന്മാർ. എന്നാൽ പൂജക്കുള്ള ഒരുക്കങ്ങൾ വേഗം തന്നെ തുടങ്ങാം. പൂജ വിജയകരമാക്കാൻ ഞങ്ങൾക്ക് കുറച്ച് വഴിപാടുകളും മധുരപലഹാരങ്ങളും ആവശ്യമാണ്. പലഹാരങ്ങൾ നമ്മുടെ അടുത്തേക്ക് വെച്ചോളൂ. ഓം സൂര്യായ സ്വാഹ, ഓം ഭാനുവേ സ്വാഹ, ഓം മിത്രായ സ്വാഹ, ഓം സൂര്യായ സ്വാഹ, ഓം ഭാനുവേ സ്വാഹ. നന്ദി പണ്ഡിതന്മാരെ, ഞങ്ങൾ ഇതുവരെ ഇത്രയും മനോഹരമായ മന്ത്രങ്ങൾ കേട്ടിട്ടില്ല. ഇനി നിവേദ്യങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല യശോദാമ്മേ. അത്ര നിർബന്ധമാണെങ്കിൽ ഞങ്ങൾ ആ മധുരപലഹാരങ്ങൾ സ്വീകരിക്കാം. ഈ കളി വളരെ രസകരമായി. വളരെ രുചികരമായ മധുരപലഹാരമാണിത്, അല്ലേ കണ്ണ? പ്രത്യേകിച്ച് ലഡു. അപ്പോൾ നിങ്ങളായിരുന്നല്ലേ പണ്ഡിതന്മാർ? വരൂ, ഇപ്പൊ തന്നെ ഈ കാര്യം നമുക്ക് യശോദാമ്മയെ അറിയിക്കാം.
യശോദാമ്മ വരുന്നതിനു മുമ്പേ നമുക്കിത് കഴിച്ചു തീർക്കാം. കള്ളക്കണ്ണ, നിന്റെ ഇങ്ങിത്തം എനിക്ക് മനസ്സിലാകില്ലെന്ന് കരുതിയോ? നിന്റെ എത്ര വികൃതികൾ കണ്ട് സന്തോഷിച്ചവളാണ് ഞാൻ. ഇനിയും എന്നെ വിഡ്ഢിയാക്കുകയാണോ കള്ളക്കണ്ണ? ശൃംഗാരക്കാർ വർണ്ണൻ അണിഞ്ഞൊരുങ്ങി. കൃഷ്ണ 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 കൃഷ്ണ. മന്ദാരപ്പൂമണം നിറഞ്ഞു തിങ്ങി. കൃഷ്ണ 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 കൃഷ്ണ. പ്രകൃതിയും ഒടുത്തൊരുങ്ങി, വികൃതികൾ അവൻ തുടങ്ങി. തകൃതി തലകിലും നീ മുളങ്കുഴൽ വിളി തുടങ്ങി. യമുനയാകവെ കുളിരണിഞ്ഞിതാ, മൃദുലവാണിയാം രാധവന്നിതാ. മദന കൃഷ്ണനെ കാത്തിരുന്നിതാ രാസകേളിയായേ. ഹേ ശൃംഗാരക്കാർ വർണ്ണനണിഞ്ഞൊരുങ്ങി. കൃഷ്ണ 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 കൃഷ്ണ. മന്ദാരപ്പൂമണം നിറഞ്ഞു തിങ്ങി. കൃഷ്ണ 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 കൃഷ്ണ.